ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ പഠിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. അതായത് A1 ലെവൽ വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ വേർഡ്സിൻ്റെ മീനിങ് മലയാളത്തിലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓരോ സെക്ഷനായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. 10 സെക്ഷനായിട്ടാണ്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പം ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലും വേർഡ്സ് ഇതിനകത്ത് വരുന്നതാണ്. പക്ഷേ ഞാൻ ഇത് ലെങ്ത് കൂട്ടണ്ടെന്ന് ഓർത്താണ് ഞാനിത് ഇത്ര ബേസ് ആയിട്ടുള്ളത് മാത്രം കൊടുത്തിരിക്കുന്നത്. കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങളതനുസരിച്ച് കമൻറ്റ് ചെയ്താൽ മതി. പാർട്ട് 2 ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ആമൻ്റെൽ, അതായത് അവസാനം ഞാൻ ഈ നമ്മുടെ ആർട്ടിക്കിളിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള ട്രിക്ക് അല്ലെങ്കിൽ ടിപ്സ് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഓരോ അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് വീഡിയോ ഇടുന്നതെന്നും നിങ്ങൾക്ക് ഏതൊക്കെ തരം വീഡിയോ വേണം എന്നുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ അതിന് റിപ്ലൈ തരുവാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമത്തെ സെക്ഷനാണ് ഹൗസ് ഹോൾഡ് വൊക്കാബുലറി. ഹൗസ് ഹോൾഡ് അതായത് ഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറിയാണ് ആദ്യത്തെ സെക്ഷനിൽ ഞാൻ പറയുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ മീനിങ്ങും ഉണ്ട്. മ്യോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചേഴ്സാണ് നമ്മളിവിടെ പറയുന്നത്. ഹൗസ് എന്ന് പറഞ്ഞാൽ വീട് അല്ലെങ്കിൽ ഹൗസ്. ഡിഷ് മേശ അല്ലെങ്കിൽ ടേബിൾ. സ്റ്റൂൾ എന്ന് പറയുമ്പം കസേര അല്ലെങ്കിൽ ചെയർ. ലാമ്പ് അതായത് ഈ ടേബിൾ ലാമ്പൊക്കെ ഇല്ലേ, അങ്ങനത്തെ. ഫേൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ജനാല, അതായത് ജനൽ, വിൻഡോ. ഥ്യോർ എന്ന് പറഞ്ഞാൽ കതക്, ഡോർ. സോഫ എന്ന് തന്നെയാണ് വരുന്നത്. അപ്പം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ A1 ലെവൽ ബേസ് ആയിട്ടുള്ളതാണ് നമ്മളിവിടെ ഇന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം പിടിച്ച് നിൽക്കാനുള്ള വൊക്കാബുലറിയാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വൊക്കാബ് ജസ്റ്റ് ആ വേർഡ്സ് മാത്രം അറിഞ്ഞു വെക്കാതെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള ആർട്ടിക്കിളൊന്നും പഠിച്ചു പോവുക. അതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമുക്കത് മുമ്പോട്ട് ചെല്ലുന്നതോറും അല്ലെങ്കിൽ ഒരു B1 B2 ലെവലാകുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടാവും. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തത് വരുന്നത് പീപ്പിൾസ് ആൻഡ് ഫാമിലി. പീപ്പിൾസിന് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറീസാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി. ഓക്കെ, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബ്. മനുഷ്യൻ അല്ലെങ്കിൽ മെൻ എന്നാണ് മീനിങ് വരുന്നത്. ഫ്രൗ അതൊരു ഫെമിനിൻ ആണ്, അപ്പോൾ അതാണ് ദി എന്ന് വന്നത്. സ്ത്രീ അല്ലെങ്കിൽ വുമൻ എന്നാണ് മീനിങ് വരുന്നത്. അടുത്തതാണ് കിൻഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അല്ലെങ്കിൽ ചൈൽഡ്. ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അല്ലെങ്കിൽ ഫാദർ. ഇവിടെ വീനാണ് നമ്മൾ ഫ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അടുത്തതാണ് മുറ്റർ എന്ന് പറഞ്ഞാൽ അമ്മ അല്ലെങ്കിൽ മദർ എന്നാണ് മീനിങ് വരുന്നത്. ബ്രൂദർ എന്ന് പറഞ്ഞാൽ സഹോദരൻ അല്ലെങ്കിൽ ബ്രദർ എന്നാണ് മീനിങ് വരുന്നത്. അടുത്തത് ഷ്വസ്റ്റർ എന്ന് പറഞ്ഞാൽ സഹോദരി അല്ലെങ്കിൽ സിസ്റ്റർ, ഇങ്ങനെയാണ് മീനിങ് വരുന്നത്. അപ്പം
ഓർക്കുക, ഇതൊക്കെ ബേസിക് ആയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. ഇതിൽ കൂടുതൽ വൊക്കാബുലറീസ് വരുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മാത്രം ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അടുത്തത് മൂന്നാമത്തെ സെക്ഷൻ വരുന്നത് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. ഫുഡിനെ കുറിച്ചും അതുപോലെ ഡ്രിങ്ക്സിനെ കുറിച്ചും റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ് ആണ് അടുത്തത് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് തസ് ഫ്രോട്ട്. ഫ്രോട്ട് എന്ന് പറഞ്ഞാൽ ബ്രെഡ്. റൈസ് ചോറ് അല്ലെങ്കിൽ റൈസ്. ദാസ് വാസർ വെള്ളം അല്ലെങ്കിൽ വാട്ടർ എന്നാണ് മീനിങ്. ദി മിൽഷ് എന്ന് പറഞ്ഞാൽ പാല് അല്ലെങ്കിൽ മിൽക്ക്. അടുത്തതാണ് ദർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിൾ. ദി ബനാന എന്ന് പറഞ്ഞാൽ ബനാന. ദി ക്രുക്കെ എന്ന് പറഞ്ഞാൽ കുക്കുംബർ. ദി സ്വീബൽ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ W കഴിഞ്ഞ് IE എന്നാണ് വരുന്നത്. ആ IE വരുമ്പോൾ അത് E എന്ന രീതിയിലായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ദി സ്വീബൽ ഒനിയൻ എന്നാണ് മീനിങ് വരുന്നത്. അടുത്തതാണ് 4ാമത്തെ സെക്ഷൻ ഡേയ്സ് ടൈം. മന്ത് ഞാനിവിടെ പറയുന്നില്ല, അതുകൊണ്ട് ഡേയ്സും ടൈമും മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുള്ളൂ. മന്ത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എപ്പോഴെങ്കിലും ഞാൻ പറയാം. അപ്പം ഡേ ആണ് നോക്കുന്നത്. ഡേനെ നമ്മൾ ടാഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡേയ്സ് ടാഗൻ എന്നാണ് പറയുന്നത്. മൊൻടാഗ് എന്ന് പറഞ്ഞാൽ മൺഡേ. ടീൻസ്ടാഗ് ട്യൂസ്ഡേ. മിഡ്വോക്ക് വെനസ്ഡേ. തോണസ്ടാഗ് തേഴ്സ്ഡേ. ഫ്രൈതാഗ് ഫ്രൈഡേ. സംസ്ടാഗ് സാറ്റർഡേ. ഓക്കെ, ഇങ്ങനെയാണ് ടാഗ് വരുന്നത്. മൊൻടാഗ്, ടീൻസ്ടാഗ്, മിഡ്വോക്ക്, തോണസ്ടാഗ്, ഫ്രൈതാഗ്, സംസ്ടാഗ്, സൊൻഡാഗ് എന്ന് പറഞ്ഞാൽ സൺഡേ എന്നാണ്. സൊൻഡാഗ് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അടുത്താണ് ടൈം വരുന്നതാണ് ഉർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, മണിക്കൂർ. ഹോയ്റ്റെ എന്ന് പറഞ്ഞാൽ ടുഡേ. H കഴിഞ്ഞ് EU വരുന്നതിന് ഒയ് എന്നാണ് വരുന്നത്. അപ്പം H കൂടെ വരുമ്പം ഹോയ്റ്റെ ടുഡേ. മോർഗൻ എന്ന് പറഞ്ഞാൽ ടുമാറോ. ഇവിടെ മോർഗൻ ശ്രദ്ധിക്കേണ്ട കാര്യം, മോർഗൻ്റെ സ്മോൾ ലെറ്ററിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ മീനിങ് വരുന്നത് നാളെ എന്നുള്ള മീനിങ് ആയിരിക്കും ആ നൗണിന് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു അഡ്ജക്റ്റീവിന് വരുന്നത്. അടുത്തതാണ് മോർഗൻ. അതിൻ്റെ മോർഗൻ്റെ സ്മോൾ ലെറ്റർ അല്ല, ക്യാപിറ്റൽ ലെറ്ററാണ്. ക്യാപിറ്റൽ ലെറ്ററിൻ്റെ മോർഗൻ ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് രാവിലെ എന്നുള്ള മീനിങ് ആണ്, മോർണിംഗ് എന്നുള്ള മീനിങ് ആണ്. അടുത്താണ് നാക്ട് എന്ന് പറഞ്ഞാൽ നൈറ്റ്. മിഠാഗസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച്. ആബൻഡസൻ ഡിന്നർ. ഫ്രഷ്ട്രുക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അടുത്താണ് 5ാമത്തെ സെക്ഷൻ. 5ാമത്തെ സെക്ഷനിനകത്ത് നമ്മൾ പറയുന്നത് സ്കൂള് അല്ലെങ്കിൽ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. അപ്പം ആദ്യമത്തെ വേർഡ് ദി ഷൂളെ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, അടുത്തതാണ് ദർ ലേറർ എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നാണ് മീനിങ് വരുന്നത്. ടീച്ചറിന് നമുക്ക് 2 രീതിയിൽ ഇതാക്കാം. അതായത് ഫീമെയിൽ ആണെങ്കിൽ ലേററിൻ എന്ന് പറയും. ദി ലേററിൻ IN ആഡാകും. അടുത്തതാണ് താസ്ഫോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക്. അവിടെ CHന് ഷ് എന്ന് വായിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് CHന് ഖ് എന്ന് വായിക്കുന്നതായിരിക്കും. അതായിരിക്കും എപ്പോഴും കൂടുതലും യൂസ് ചെയ്യുന്നത്. പ്രൊനൗൺസിയേഷൻ ബുക്ക് എന്നാണ്. അടുത്തതാണ് ദർ
സ്റ്റിഫ്റ്റ്, ദർ ഷിഫ്റ്റ്. ദ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെൻ, പേന. ദി ഫ്രാഗെ, ദി ഫ്രാഗെ. ഫ്രാഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ, അതായത് ചോദ്യം. അടുത്തതാണ് ദി അൺവോട്ട്, ദി അൺവോട്ട്. അൺവോട്ട് എന്ന് പറഞ്ഞാൽ ആൻസർ അല്ലെങ്കിൽ ഉത്തരം എന്നാണ് മീനിങ് വരുന്നത്. അടുത്ത സെക്ഷനാണ് ആറാമത്തെ, ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാവലിന് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ് ആണ് അടുത്ത് നോക്കുന്നത്. ആദ്യം തന്നെ വരുന്നത് ദർ സൂഖ്. ദർ സൂഖ് അതായത് ട്രെയിൻ. ദാസ് ഔട്ടോ, ദാസ് ഔട്ടോ കാർ. ദാസ് ഫറാഡ്, ദാസ് ഫറാഡ് സൈക്കിൾ. ദർ ബസ്, ദർ ബസ് ബസ്. ദർ ഫ്ലൂഹാഫൻ, ദർ ഫ്ലൂഹാഫൻ എയർപോർട്ട്. ദി സ്ട്രാസെ, ദി സ്ട്രാസെ. സ്ട്രാസെ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് അല്ലെങ്കിൽ റോഡ് എന്ന് മീനിങ് വരുന്നുണ്ട്. ദർ ക്രാങ്കൻ വാഗൻ, ദർ ക്രാങ്കൻ വാഗൻ അതായത് ആംബുലൻസ്. ദി സ്ട്രാസൻ ബാൻ, ദി സ്ട്രാസൻ ബാൻ അതായത് ട്രാം. അടുത്തതാണ് ദർ ഫ്ലൂഹാഫൻ, ദർ ഫ്ലൂഹാഫൻ. ഫ്ലൂഹാഫൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്. ദാസ് ഫ്ലൂഗ്സോയിഗ്, ദാസ് ഫ്ലൂഗ്സോയിഗ് പ്ലെയിൻ. ദർ ബാനോഫ്, ദർ ബാനോഫ് ട്രെയിൻ സ്റ്റേഷൻ. ദി യൂണിവേഴ്സിറ്റേറ്റ്, ദി യൂണിവേഴ്സിറ്റേറ്റ്. യൂണിവേഴ്സിറ്റേറ്റ് അതായത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണി എന്നും പറയാറുണ്ട്. ഫാക്കേഴ്സ് മിറ്റൽ, ഫാക്കേഴ്സ് മിറ്റൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ നമുക്ക് പറയാം ഒഫൻലിഷെ ഫാക്കേഴ്സ് മിറ്റൽ. ഓക്കെ, അടുത്തതാണ് ഏഴാമത്തെ സെക്ഷനിൽ നമ്മളിവിടെ പറയുന്നത് ക്ലോത്തിങ്സിനെ കുറിച്ചാണ്. ക്ലോത്തിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ദാസ് ഹെംഡ്, ദാസ് ഹെംഡ്. ഹെംഡ് എന്ന് പറഞ്ഞാൽ ഷർട്ട്. ദി ഹോസെ, ദി ഹോസെ പാൻറ്. ദി യാക്കെ, ദി യാക്കെ. യാക്കെ എന്ന് പറഞ്ഞാൽ ജാക്കറ്റ്. ദാസ് ക്ലൈഡ്, ദാസ് ക്ലൈഡ്. ക്ലൈഡ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്. ദി ഷൂവെ, ദി ഷൂവെ. ഷൂവെ എന്ന് പറഞ്ഞാൽ ഷൂസ്. അടുത്തതാണ് ദർ മാൻറ്റൽ, ദർ മാൻറ്റൽ കോട്ട്. ദർ അൻസൂഖ്, ദർ അൻസൂഖ്. അൻസൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂട്ട്. ദർ സ്റ്റീഫൽ, സ്റ്റീഫൽ എന്ന് പറഞ്ഞാൽ ബൂട്ട്. ബൂട്ടിനാണ് നമ്മൾ സ്റ്റീഫൽ എന്ന് പറയുന്നത്. ദർ സ്റ്റീഫൽ. അടുത്തതാണ് എട്ടാമത്തെ സെക്ഷൻ. എട്ടാമത്തെ സെക്ഷനിൽ നമ്മളിവിടെ പറയുന്നത് ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറിയാണ്. ആദ്യമത്തത് ക്ലുക്ലിഷ്, ക്ലുക്ലിഷ് അതായത് ഹാപ്പി. ത്രൗറിക്, ത്രൗറിക് അതായത് സാഡ്. മ്യൂഡെ, മ്യൂഡെ ടയേർഡ്. ക്രാങ്ക്, ക്രാങ്ക് സിക്ക്. ഹുംഗ്രിക്, ഹുംഗ്രിക് അതായത് ഹംഗ്രി. അടുത്ത സെക്ഷനാണ് കോമൺ ഫ്രേസസ്. കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രേസസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ താങ്ക്, താങ്ക് അല്ലെങ്കിൽ താങ്ക് ഷ്യോൺ, താങ്ക് ഷ്യോൺ അതായത് താങ്ക്സ് എന്നാണ് മീനിങ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫീലൻ താങ്, ഫീലൻ താങ് അതായത് താങ്ക് യു വെരി മച്ച്. ഓക്കെ, രണ്ട് രീതിയിലും താങ്ക് യു പറയാം. ഓക്കെ, താങ്ക് എന്നും പറയാം, ഫീലൻ താങ് എന്ന് പറയാം, താങ്ക് ഷ്യോൺ എന്നും പറയാം. ഓക്കെ, അടുത്താണ് യു ആർ വെൽക്കം. അതിനെ പറയുന്നതാണ് ബിറ്റെ അല്ലെങ്കിൽ ബിറ്റെ ഷ്യോൺ.
ബിറ്റ് ഷോൺ. അടുത്താണ് നോ പ്രോബ്ലം. നോ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് പറയാം കൈൻ ട്രബ്ലിൻ. കൈൻ പ്രോബ്ലം. അടുത്തതാണ് ഇഷ് വൈസ് നിഷ്ട്. ഇഷ് വൈസ് നിഷ്ട് അതായത് ഐ ഡോണ്ട് നോ. ഓക്കെ. അടുത്തതാണ് einen Moment bitte. einen Moment bitte അതായത് ജസ്റ്റ് മൊമെൻറ്റ് പ്ലീസ് എന്ന് ചോദിക്കാനാണ്. ഓക്കെ. അല്ലെ നമുക്ക് ചോദിക്കാം വൺസ് അഗെയിൻ പ്ലീസ്. ഒന്നുകൂടെ ഒന്ന് പറയാവോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം könnten Sie mir bitte noch einmal sprechen അല്ലെങ്കിൽ എന്ത് പറയാം noch einmal bitte എന്ന് പറയാം. അപ്പോൾ അതവർ റിപ്പീറ്റ് ചെയ്യും. wiederholen bitte എന്നും പറയാം. അപ്പോൾ അതും റിപ്പീറ്റ് തന്നെയാണ്. könnten Sie mir bitte nochmal wiederholen എന്നും ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രേസസ് ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലേ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫ്രേസസ് ഇതൊക്കെയാണ്. അടുത്തതാണ് 10ാമത്തെ സെക്ഷൻ. 10ാമത്തെ സെക്ഷനിൽ ഇവിടെ ഞാൻ പറയുന്നത് മസ്റ്റായിട്ട് അറിയേണ്ട കുറച്ച് ആക്ഷൻ വെർബുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. എസൻ. എസൻ ടു ഈറ്റ്. trinken. trinken ടു ഡ്രിങ്ക്. ഫാറൻ. ഫാറൻ എന്നാണ് അവിടെ 1 എന്നുള്ളത്, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഫാറൻ ഡ്രൈവ്. കെയൻ ടു ഗോ. കെയൻ ടു ഗോ. കൊമ്മൻ ടു കം. കൊമ്മൻ ടു കം. ലീഗൻ. ലീഗൻ ടു ലേ ഡൗൺ. ഓക്കെ. സീഹൻ. സീഹൻ എന്ന് പറഞ്ഞാൽ പുൾ. നേമൻ. നേമൻ ടു ടേക്ക്. നേമൻ ടു ടേക്ക്. ബെക്കൊമ്മൻ. ബെക്കൊമ്മൻ എന്ന് പറഞ്ഞാൽ ടു റിസീവ്, കൊണ്ടുവരിക അല്ലെങ്കിൽ റിസീവ്, കിട്ടി എന്നുള്ളത്. ഒഫ്നൻ. ഒഫ്നൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ. ഒഫ്നൻ ഓപ്പൺ. ആർബൈറ്റൻ. ആർബൈറ്റൻ ടു വർക്ക്. schließen. schließen to close. lernen. lernen to learn. lernen to learn. sagen to say. erzählen. erzählen to explain അല്ലെങ്കിൽ to tell. suchen. suchen ടു സെർച്ച്. ഓക്കെ. ഇതൊക്കെ വെർബുകളാണ്. വെർബ് എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുകയല്ല, സ്മോൾ ലെറ്ററിലേ എഴുതത്തുള്ളൂ. ഇവിടെ ചിലതിനകത്ത് ക്യാപിറ്റൽ ആയിട്ടുണ്ട്, അതൊക്കെ സ്മോളിലാണ് വരേണ്ടത്. നമ്മൾ എപ്പോഴും ഒരു വെർബ് സ്മോൾ ലെറ്ററിൽ മാത്രമേ എഴുതത്തുള്ളൂ. ക്യാപിറ്റൽ ലെറ്ററിൽ വരുന്നത് നമ്മൾ നൗൺസിനായിരിക്കും ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നോക്കാൻ പോകുന്നത് നമ്മൾ ഈ വീഡിയോയിലെ അവസാനത്തെ കാര്യമാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആർട്ടിക്കിൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടിപ്സാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും പഠിക്കുക. അതനുസരിച്ച് നിങ്ങളിത് യൂസ് ചെയ്യുക. യൂസ് ചെയ്താലേ നമുക്കിത് ബൈ ഹാർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. തെർ. തെർ എന്നുള്ള ആർട്ടിക്കിൾ വരുന്നത് ഡേ ഓഫ് വീക്ക്, അതായത് വീക്കിന് വരും. വീക്കിലെ ഡേയ്സിനൊക്കെ വരും. അതായത് മൊണ്ടാഗ്, സൊണ്ടാഗ്, ടീൻസ്റ്റാഗ് അതിനൊക്കെ വരും. അതുപോലെ തന്നെ വെതറിൻ്റെ വൊക്കാബുലറി, ക്ലൈമറ്റ് കുറച്ച് വൊക്കാബൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ വൊക്കാബിന് നമ്മൾ തെർ എന്നാണ് വരുന്നത്. മന്ത്. മന്തുകളെല്ലാം അതായത് യാനുവാർ, ഫെബ്രുവാർ, മേഴ്സ്, ആപ്പിൾ, മൈ, യൂൺ, യൂലി അതിനൊക്കെ തെർ എന്നാണ് വരുന്നത്. മസ്കുലിൻ നൗൺസ്, അതായത് മസ്കുലിനായ നൗൺസിനും തെർ എന്നാണ് വരുന്നത്. അത് മിക്കവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഈ ഒരു 4 കാര്യം ഓർത്ത് വെക്കുക. അടുത്തതാണ് ഡസ്. ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസിൻ്റെ ആർട്ടിക്കിൾ വരുന്ന കളറ്. നമ്മൾ കളേഴ്സ് പറയുവാണെങ്കിൽ അതിനൊക്കെ ഡസ് എന്നാണ് ആർട്ടിക്കിൾ വരുന്നത്. അതുപോലെ തന്നെയാണ് ലാംഗ്വേജ്. ലാംഗ്വേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് അവിടെ ഡസ് എന്നുള്ള ആർട്ടിക്കിളാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു നൗണിൻ്റെ എൻഡുങ്കൻ. എൻഡുങ്കൻ ഷൻ അല്ലെങ്കിൽ CHEN എന്നാണ് എൻഡുങ്കൻ അവസാനിക്കുന്നതെങ്കിൽ അതും ഡസ് എന്നുള്ള ആർട്ടിക്കിളിനായിരിക്കും വരുന്നത്. അടുത്തതാണ് ദി. ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിൻ നൗൺസിന് ദി ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്പേഴ്സ്. നമ്മൾ നമ്പേഴ്സ് പറയുവാണെങ്കിലും അതിൻ്റെ ആർട്ടിക്കിൾസും ദി എന്നാണ് വരുന്നത്.
അതുപോലെ തന്നെയാണ് വേർഡ് എൻഡിങ്, അതായത് ഒരു നൗണിൻ്റെ വേർഡ് എൻഡിങ് ചെയ്യുന്നത് എന്നാണെങ്കിൽ, അതായത് UNG എന്ന നൗണിൽ എൻഡിങ് വരുന്നതെങ്കിൽ അത് ദി എന്നുള്ള ആർട്ടിക്കിൾ തന്നെയായിരിക്കും ആ നൗണിൻ്റേത് വരുന്നത്. അപ്പം ആർട്ടിക്കിളിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനുള്ള ടിപ്സ് ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ കുറേ എൻഡിങ് വരുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വലിയ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അതനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിയേഴ്സ്.